പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും കാലത്തെ പ്രഭാഷണങ്ങളിലൂടെ ഒരേ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്ന ശരീരമല്ല, ഈ ശരീരാഭിമാനിയുമല്ല, എന്നാൽ ഈ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും അഭിമാനികളായിട്ട് ഏതൊക്കെ ആളുകളാണോ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്നത്, അവരെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് അവർക്ക് സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതിനെ കാണാതെ കാണണം. ദാറ്റ് ഈസ് യുവർ റിയാലിറ്റി. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. നിങ്ങളിലെ താൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഞാൻ. പക്ഷേ നമ്മളെല്ലാവരും മറ്റൊരു ഞാനിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണെന്ന് കരുതി ആ ഞാനിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും എന്തൊരു ദുര്യോഗമാണിത്. പിന്നെന്താ വേണ്ടത്? ഈ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നാഭിമാനിയായ തൈജസനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു ചൈതന്യമാണോ ഈ ശരീരത്തിൽ സാക്ഷിഭാവത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് തന്നിലെ താൻ. അതിനെയാണ് തിരിച്ചറിയേണ്ടത്. അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് ബോധിച്ച് ആ അറിവ് നിലയിൽ ഓരോരുത്തരും ജാഗ്രത അവസ്ഥയിൽ തന്നെ ഉണർത്തി നിർത്തണം. അതാണ് ഉണരൽ. ഏതു പ്രകാരമാണോ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ സ്വപ്നത്തിൽ നിന്ന് ഉണരണമെങ്കിൽ എന്താ വേണ്ടത്? അയാൾ ഉണരണം. ഉണരാതെ സ്വപ്നത്തിൽ നിന്ന് ഉണരുകയില്ല. അതുപോലെ ഈ ജാഗ്രത അവസ്ഥയിലും നമ്മൾ അജ്ഞാന നിദ്രയിലാണ്. ആ അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണരണം. എങ്ങനെയാണ് ഉണരേണ്ടത്? ഈ നേരത്തെ പറഞ്ഞത്, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരു സാക്ഷി ചൈതന്യമാണോ ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും അതിലെ അഭിമാനികളായ തൈജസനും വിശ്വനും, വിശ്വൻ ജാഗ്രത അഭിമാനി, തൈജസൻ സ്വപ്നാഭിമാനി, ഗാഠനിദ്രയ്ക്ക് സാക്ഷിയായിരിക്കുന്നവൻ പ്രാജ്ഞൻ. നാം ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് ഏതൊരു ചൈതന്യമാണോ നമ്മിൽ ഉറങ്ങാതെ ഉണർവോടുകൂടി സദാ പ്രകാശിച്ചു നിൽക്കുന്നത്, ആ സാക്ഷി ചൈതന്യത്തിലേക്കാണ് ജാഗ്രത അവസ്ഥയിൽ ഓരോരുത്തരും ഉണരേണ്ടത്. ബോധിക്കണം, അറിയണം. അതിന് പൈങ്കലോപനിഷത്തിൽ, ഋഗ്വേദത്തിലുള്ള പൈങ്കലോപനിഷത്തിൽ ഒരു മന്ത്രം പറയുന്നു: സ്വജ്ഞദൃഷ്ട്യ സ്വാത്മാനം യ പശ്യതി. സ്വജ്ഞദൃഷ്ട്യ, ജ്ഞാനദൃഷ്ടിയിലൂടെ. അതാണ് ജ്ഞദൃഷ്ടി. സ്വജ്ഞദൃഷ്ട്യ, ജ്ഞാനദൃഷ്ടിയിലൂടെ. ഇപ്പോൾ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ആ കേട്ട അറിവ് ഓരോരുത്തരിലും നിൽക്കുന്നില്ലേ? എന്താ കേട്ടത്? ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷിയായിട്ട് ഏതൊരു സാക്ഷി ചൈതന്യമാണോ ആ ജാഗ്രത അഭിമാനിയെയും കണ്ടുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, ആ സ്വയം പ്രകാശ സാക്ഷി ചൈതന്യമില്ലെങ്കിൽ ജാഗ്രത അവസ്ഥയിലെ അഭിമാനിയായ ഈ വിശ്വന് നിലനിൽപ്പില്ല, എന്നിലെ ഞാനിന് നിലനിൽപ്പില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നാഭിമാനിയായ തൈജസന് നിലനിൽപ്പില്ല. ഏതില്ലെങ്കിൽ? ആ സാക്ഷി ചൈതന്യം ഇല്ലെങ്കിൽ. അപ്പോൾ ആ
ആ ജാഗ്രത അവസ്ഥയിലും ആ സാക്ഷി ചൈതന്യത്തെ കാണാതെ കാണണം. അതുള്ളത് കൊണ്ടാണ് ഈ ജാഗ്രത അവസ്ഥയിലെ നാമരൂപധാരിയായ ഞാൻ കർമ്മത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഭോഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സാക്ഷി ചൈതന്യമില്ലെങ്കിൽ ഈ ഞാൻ ഇല്ല. അപ്പോൾ ഈ കർത്തൃത്വാഭിമാനിയായ ഭോക്തൃത്വാഭിമാനിയായ ഞാനിൻ്റെ നിലനിൽപ്പ് ആ സാക്ഷി ചൈതന്യത്തിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ജാഗ്രത അവസ്ഥയിൽ അറിയേണ്ടത് ആ സാക്ഷി ചൈതന്യത്തെക്കുറിച്ചാണ്. അതാണ് തൻ്റെ യഥാർത്ഥ ചൈതന്യം എന്ന് ബോധിച്ച് ആ ബോധ വസ്തുവിലേക്ക് നിങ്ങൾ ഉണരണം. അതാണ് ഉണരൽ, അവേക്കിംഗ്. ജാഗ്രത അവസ്ഥയിൽ ഉണർന്ന് ഓരോരുത്തരും സ്വയം പ്രഖ്യാപിക്കണം, ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതിനെ കാണാതെ കാണണം. എങ്ങനെയാ കാണാതെ കാണുന്നത്? ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ആ വൈദ്യുതിയെ നമ്മൾ കാണാതെ കാണുകയാണ് ചെയ്യുന്നത്. ഉപാധിയുടെ കറക്കത്തിലൂടെ വൈദ്യുതി ഉണ്ട് എന്ന് നാം അറിയുന്നു. ആ അറിവാണ് കാണൽ. അതാണ് ജ്ഞാനദൃഷ്ടി. പൈങ്കലോപനിഷത്തിൽ പറഞ്ഞ മന്ത്രം എന്താ? സ്വജ്ഞദൃഷ്ടി, അജ്ഞദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. അജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അറിവാകുന്ന ദൃഷ്ടി. ഫാൻ കറങ്ങുമ്പോൾ ആ വൈദ്യുതിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികൾ വരെ പറയുന്നില്ലേ, ഫാൻ കറങ്ങാൻ അമ്മ കറണ്ട് വന്നു, കണ്ടിട്ടാണോ പറയുന്നത്? ആ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം, അറിവ്. ബൾബ് കത്തുമ്പോൾ കൊച്ചുകുട്ടി വിളിച്ച് പറയും, അമ്മ കറണ്ട് വന്നു, കണ്ടിട്ടാണോ പറയുന്നത്? ആ കൊച്ചുകുട്ടിയും ജ്ഞാനദൃഷ്ടിയിലൂടെ ആ കറണ്ടിനെ കാണാതെ കാണുന്നു, ഇല്ലേ? അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപത്തെ, ആ സാക്ഷി സ്വരൂപത്തെ കാണാതെ കാണണം. എങ്ങനെ കാണണം? ജ്ഞാനദൃഷ്ടിയിലൂടെ. എന്താ ജ്ഞാനദൃഷ്ടി? അറിവ്, അറിവാകുന്ന ദൃഷ്ടിയിലൂടെ. ആ അറിവാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 69 പ്രഭാഷണങ്ങളിലൂടെയും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. ഈ ഒരൊറ്റ കാര്യമല്ലാതെ മറ്റൊന്നും പറയാനുമില്ല. പറയുന്നതെല്ലാം ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്ന അവസരത്തിൽ അറിയേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യവും ഇതുമാത്രം. വേറെ നിങ്ങൾ എന്തറിഞ്ഞാലും എന്ത് നേടിയാലും അതൊന്നും നേട്ടമേ അല്ല. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അതൊക്കെ ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്, ഉള്ളതേ അല്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ഞാനിൽ നിന്ന് തന്നിലെ യഥാർത്ഥ ഞാനിലേക്ക്, അതായത് തന്നിലെ താനിലേക്ക്, ഞാനും താനും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? ഒന്ന് ബിംബം, മറ്റത് പ്രതിബിംബം. എല്ലാ ജലാശയങ്ങളിലും നിങ്ങൾക്ക് സൂര്യൻ്റെ പ്രതിബിംബം കാണും. അത് യഥാർത്ഥ സൂര്യനല്ല, പക്ഷെ പ്രതിബിംബം. അതുപോലെ നമ്മിലെ ആത്മചൈതന്യം, ആ കൂടസ്ഥ ചൈതന്യം, കൂടസ്ഥൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കൂടവത്തിഷ്ഠതീതി കൂടസ്ഥ. കൈലാസം, അഗസ്ത്യകൂടം എന്നൊക്കെ പറയുന്നില്ലേ? കൂടം, പർവ്വതശിഖരം. എത്ര മഴ പെയ്താലും അതിന് ഒരു മാറ്റവും വരാതിരിക്കുന്നു. കൈലാസ ശിഖരത്തിന് ഒരു മാറ്റവുമില്ല. എത്രയോ കാലമായിട്ട് ആ ശിഖരം, അതാണ് കൂടം. അതാണ് കൂടസ്ഥൻ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ കൂടവത്തിഷ്ഠതീതി, ആ കൂടസ്ഥ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. സാമവേദത്തിലെ ഛാന്തോഗ്യോപനിഷത്തിലെ തത്വമസി മഹാവാക്യം എന്ന് പറയുന്നതിൽ ആ ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം, ത്വം പദത്തിൻ്റെ വാച്യാർത്ഥം തന്നിലെ ഞാൻ, നീ അതാകുന്നു. അതാണ് തത്വമസി, നീ അതാകുന്നു.
അത് എന്ന് പറയുന്നത് ഏതാണ്? അതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതിനെയാണ് കൂടസ്ഥൻ കൂടവത്തിഷ്ഠതീതി, സർവമാറ്റങ്ങൾക്ക് നടുവിൽ യാതൊരു മാറ്റവുമില്ലാതിരിക്കുന്ന ആ കൂടം പോലെ, കൈലാസ ശിഖരം പോലെ, അഗസ്ത്യകൂടം പോലെ യാതൊരു മാറ്റവുമില്ലാതിരിക്കുന്ന ആ സാക്ഷി ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. അതാണ് ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം. വാച്യാർത്ഥം തന്നിലെ ഞാൻ, അതിൻ്റെ പ്രതിബിംബം, അന്ധക്കരണത്തിലുള്ള പ്രതിബിംബം. ആ അന്ധക്കരണത്തിൽ പ്രതിബിംബിക്കുന്നതാണ് തന്നിലെ ഞാൻ. ഏതാ പ്രതിബിംബിക്കുന്നത്? ആ സാക്ഷി ചൈതന്യമാകുന്ന കൂടസ്ഥ ചൈതന്യം. അത് തന്നെയാണ് ഈശ്വരൻ. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവാന്തര്യാമിയായ ഈശ്വര ചൈതന്യം. ഈശ്വരനെക്കുറിച്ച് ഡെഫിനിഷൻ പറയുന്നില്ലേ ഭഗവത്ഗീത? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ ഈശ്വരൻ തന്നെയാണ് തന്നിലെ സാക്ഷി ചൈതന്യം. ഈശ്വരനെ കാണാൻ അമ്പലത്തിൽ പോയാലൊന്നും ഈശ്വരനെ കാണാനൊക്കില്ല, കൈലാസത്തിൽ പോയാലൊന്നും ഈശ്വരനെ കാണാനൊക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, കൈലാസത്തിൽ പോകുന്ന സമയത്ത് ദ വാലി ഓഫ് ഗാഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവങ്ങളുടെ താഴ്വര എന്നാണ് പറയുന്നത്, ദേവതകളുടെ താഴ്വര. അവിടെ കൂടെയൊക്കെ നടന്നു പോയപ്പോൾ ഞാനിങ്ങനെയൊക്കെ നോക്കി, ഏതെങ്കിലും ദേവതകളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന്. ഒന്നും ഒരിടത്തും കാണില്ല. ആ ദേവതയെ, ആ ദൈവത്തെ നിങ്ങൾക്ക് എവിടെ കൂടെ മാത്രമേ കാണാനൊക്കൂ? നിങ്ങളിൽ കൂടി മാത്രമേ കാണാനൊക്കൂ. കൈലാസത്തിൽ കൂടെ കാണാനൊക്കില്ല, കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിൽ കൂടെ കാണാനൊക്കില്ല, അയോധ്യയിലെ രാമക്ഷേത്രത്തിലൂടെ നിങ്ങൾക്ക് ആ ഈശ്വരനെ കാണാനൊക്കില്ല, ആറ്റുകാൽ ക്ഷേത്രത്തിലൂടെ ആ ദേവിയെ കാണാനൊക്കില്ല. കാണണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കൂടി അതിലേക്ക് പ്രവേശിക്കണം, ജ്ഞാനദൃഷ്ടിയ. അതാണ് ഇവിടെ പറയുന്നത്. സ്വജ്ഞദൃഷ്ടിയ സ്വാത്മാനം യപശ്യതി സഹ അയം ഉപാധി വിനിർമുക്ത ഘടാകാശവത് സ്വമാത്രം അവശിഷ്യതേ. ഉപാധി വിനിർമുക്ത ഘടാകാശവത്. ഒരു കുടം ഇവിടെ ഇരിക്കുന്നു. ആ കുടത്തിനകത്തൊരാകാശമുണ്ട്, കുടത്തിന് വെളിയിലും ആകാശമുണ്ട്. വെളിയിലുള്ള ആകാശവും കുടത്തിലുള്ള ആകാശവും ഒന്നു തന്നെയാണ്. പക്ഷേ കുടം എന്ന് പറയുന്ന ഒരു ഉപാധി അവിടെ ഉള്ളതുകൊണ്ട് ആ കുടത്തിനകത്തിരിക്കുന്ന ആകാശത്തിന് മറ്റൊരു പേര് കൽപ്പന ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് കൊടാകാശം, അല്ലെങ്കിൽ ഘടാകാശം. ഘടം, കുടം, ഘടാകാശം. അപ്പോൾ നമുക്കിവിടെ രണ്ടാകാശങ്ങൾ പറയേണ്ടി വരുന്നു. ഒന്ന് ഘടാകാശം, ഒന്ന് മഹാകാശം, വെളിയിലുള്ള ബാഹ്യാകാശം. ഇവയ്ക്ക് രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഉപാധി ഉള്ളിടത്തോളം കാലം രണ്ടിനും രണ്ട് പേരുകളിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പേരുകളിൽ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എപ്പോഴും ഏകമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ സർവഭൂതാദിവാസഃ കർമാധ്യക്ഷഃ സാക്ഷി ഛേദ കേവലോ നിർഗുണശ്ച. ആ സാക്ഷി ചൈതന്യം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി. ഈ കുടത്തിനെ ഞാൻ അങ്ങോട്ട് ഉടയ്ക്കുന്നു എന്ന് വിചാരിച്ചോളൂ, എന്താ സംഭവിക്കുന്നത്? ഒരൊറ്റ അടി, കുടമുടഞ്ഞു. കുടത്തിനകത്തിരുന്ന ആകാശം എവിടെ പോയി? ഘടാകാശം എവിടെ പോയി? ഒരിടവും പോയില്ല. കുടം ഉപാധി ഇല്ലാതായപ്പോൾ കുടത്തിനകത്തിരുന്ന ആകാശം മഹാകാശമായിട്ട് തന്നെ ഇരിക്കുന്നു. കുടം ഉടഞ്ഞു, ഉപാധി നീങ്ങി, അത്രമാത്രം. അപ്പോൾ കുടത്തിനകത്തിരിക്കുന്ന ആകാശവും കുടത്തിന് വെളിയിലിരിക്കുന്ന ആകാശവും ഒന്നു തന്നെയാണ്. അതുകൊണ്ടാണ് സ്കന്ദോപനിഷത്തിൽ പറയുന്നത്, എന്താ, ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. ദേഹോ ദേവാലയ പ്രോക്തോ, ദേഹം ദേവാലയം തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരം ദേവാലയം. അതിനകത്തിരിക്കുന്ന ദേവനാരാണ്? നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം നിങ്ങൾ തന്നെയാണ്. ആ യഥാർത്ഥ സ്വരൂപം ഏതാണ്? തത്വമസിയിലെ ത്വം പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം.
വാച്യാർത്ഥം എന്താണ്? നാമരൂപധാരിയായ നിങ്ങളിലെ ഞാൻ അതല്ല. നിങ്ങളിലെ യഥാർത്ഥ ഞാനെന്ന് പറയുന്നത് ആ നാമരൂപധാരിയെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതും ഉപാധിസഹിതനാണ്. മായോപഹിത ചൈതന്യം. ജീവൻ, ഞാനെന്ന് പറയുന്ന ജീവൻ അവിദ്യോപഹിത ചൈതന്യം. അവിദ്യയാകുന്ന ഉപാധിയിൽ കുടമുണ്ടായിരുന്നപ്പോൾ ഏത് പ്രകാരമാണോ ഘടാകാശം കുടവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്, അതുപോലെ നിങ്ങളിലെ ഓരോരുത്തരിലെയും ഞാൻ അവിദ്യയാകുന്ന അജ്ഞാനമാകുന്ന ഉപാധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തന്നിലെ ഞാൻ പ്രതിബിംബം, അത് യഥാർത്ഥ ബിംബമല്ല. കുളത്തിൽ പ്രകാശിക്കുന്ന സൂര്യൻ യഥാർത്ഥ സൂര്യനല്ല. കുളത്തിൽ പ്രകാശിക്കുന്ന ചന്ദ്രൻ യഥാർത്ഥ ചന്ദ്രനല്ല. കിണറ്റിൽ പ്രകാശിക്കുന്ന ചന്ദ്രൻ യഥാർത്ഥ ചന്ദ്രനല്ല. അത് യഥാർത്ഥ ചന്ദ്രനാണെന്ന് തെറ്റിദ്ധരിച്ച് പണ്ട് 1ാം പാഠത്തിലെങ്ങാണ്ട് പഠിച്ചിട്ടുണ്ട്. കിണറ്റിൽ വീണ ചന്ദ്രൻ എന്ന് പറഞ്ഞ് ആ ചന്ദ്രനെ പാതാളക്കരണ്ടി കൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കും. നിങ്ങളിൽ പലരും പഠിച്ചു കാണും. അത് മിഥ്യാധാരണയാണ്. അത് യഥാർത്ഥ ചന്ദ്രനല്ല. ആ കുളത്തിൽ കറണ്ടിയിട്ട് അങ്ങോട്ട് വലിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുവാണ്, കറണ്ടി എവിടെയോ ഒരു കല്ലിൻ്റെ ഇടയിൽ തൊടുത്തി. അപ്പം ഇയാൾ ഭയങ്കര വലി തുടങ്ങി, വിളി തുടങ്ങി, എടീ ചന്ദ്രനെ ഉടക്കി, ചന്ദ്രനെ ഉടക്കി. ഭാര്യയുടെ അടുത്ത് കൊടുത്തു, ചന്ദ്രനെ ഉടക്കി. അപ്പോൾ പറഞ്ഞു, ചേട്ടാ വലി, ശരിക്കും നമുക്ക് പുറത്തെടുക്കാം ചന്ദ്രനെ. വലിയോട് വലിച്ച് അവൻ മറിഞ്ഞു വീണ്, കയറ് പൊട്ടി അവൻ മറിഞ്ഞു വീണ് ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ചന്ദ്രൻ ആകാശത്തിൽ. ചിരിച്ചു പറഞ്ഞു, രക്ഷപ്പെടുത്തിയടി. മറിഞ്ഞ് വീട് കഴിഞ്ഞ് ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ചന്ദ്രൻ ആകാശത്തിൽ. ഭാര്യ വന്ന് കിണറ്റിനകത്തേക്ക് നോക്കിയപ്പം ആ കിണറ്റിനകത്തും ചന്ദ്രൻ. അപ്പോൾ അത് പ്രതിബിംബ ചന്ദ്രൻ. ഒറിജിനൽ ചന്ദ്രൻ എപ്പോഴും ആകാശത്തിൽ, ആ പ്രതിബിംബ ചന്ദ്രൻ ഒറിജിനൽ ചന്ദ്രനാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ ഞാൻ ഒറിജിനലാണ് എന്ന് ധരിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഞാനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവനും നാം ഹോമിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്, ഒരു പ്രയോജനവുമില്ലാതെ. ഇന്ന് ജീവിതം മുഴുവനും നിങ്ങൾക്കറിയാം, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവനും ഹോമിച്ച് തീർത്ത ആളുകൾ, അതിൻ്റെയൊക്കെ പങ്ക് പറ്റി വളർന്ന് വലുതായ ആളുകൾ, ഇന്ന് ആ വളർത്തിവിട്ട ആളുകളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി പൊടിയും തട്ടി പോകുന്ന കാഴ്ചയാണ് എങ്ങും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്കും അറിയാവുന്നതാണ്, നിങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ചെറിയ വെളിച്ചമൊക്കെ ഓരോരുത്തരുടെയും ഉള്ളിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിഞ്ഞുകൊള്ളൂ, ഈ ജീവിതത്തിൽ അറിയേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതുമാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ മക്കളെയും കുടുംബത്തെയും നോക്കേണ്ട എന്നല്ല പറയുന്നത്, എത്രമാത്രം നോക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ അവരവരുടെ പ്രാരബ്ധം. നിങ്ങൾ ആരെയെല്ലാം നോക്കേണ്ടതായിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാലും നിങ്ങളാൽ നോക്കപ്പെട്ടിരിക്കും. അത് പ്രാരബ്ധം. അതിനുവേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. എന്തെല്ലാമാണോ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുകയില്ല എങ്കിൽ ഇവിടെ ഇത് സംഭവിക്കുമോ? ഇവിടെ ശ്രീകാര്യത്ത് ഈ ആത്മവിദ്യാവേദി ഉണ്ടായി, ഇത്രയും ആളുകൾ ഇവിടെ ഇരുന്ന് ആ ജീവിതത്തിൽ നേടേണ്ടതായിട്ടുള്ള ആ പാരമാർത്ഥിക വസ്തുവിനെക്കുറിച്ച്, ആ സൂക്ഷ്മമായ വസ്തുവിനെക്കുറിച്ച് അല്പം പോലും വെള്ളം ചേർക്കാതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലമായിട്ട്. ഇതാരും വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല. മഹേഷ് ഇവിടെ വന്ന് ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ഞാനിവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നില്ല. ഇവിടെ ഈ പരിപാടി നടക്കാൻ തുടങ്ങിയപ്പോൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന് തുടർച്ചയായിട്ട് സംസാരിക്കുകയൊന്നുമില്ല.
ആ ഉദ്ഘാടനത്തിന് വരാം എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? ആ ഉദ്ഘാടനത്തോടൊപ്പം നിരന്തരമായിട്ട് ഇന്ന് 70ാമത്തെ പ്രഭാഷണം നടക്കുകയാണ്. എന്താ കാരണം? പ്രാരബ്ധം. ഇത് കേൾക്കാൻ നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പറയാൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്രയോ പുണ്യകർമ്മങ്ങൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തതുകൊണ്ടാണ് ഈ അതിസൂക്ഷ്മമായ വസ്തുവിനെക്കുറിച്ച് നിരന്തരമായിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. നിരന്തരമായിട്ട് കേട്ടാൽ എന്താ ഫലം? ഒരു മന്ത്രം പറയാം. ബീജാന്യ അഗ്നിയുപദഗ്ധാനി ന രോഹന്തി യഥാ പുനഃ. ബീജാനി, വിത്ത് ഏതു പ്രകാരമാണോ വറുത്തെടുത്താൽ ആ വിത്ത് വീണ്ടും മുളയ്ക്കാതിരിക്കുന്നത്, അതുപോലെ ജ്ഞാനാഗ്നിദഗ്ധസ്തദാ ക്ലേശൈർ ആത്മാ ന സമ്പദ്യതേ പുനഃ. അതുപോലെ ഏതൊരാളിൻ്റെ ഉള്ളിലാണോ, ഉള്ളമാണോ, ഉള്ളിലെ ശ്രദ്ധയാണോ ഈ ജ്ഞാനാഗ്നിയാൽ ദഹിക്കപ്പെടുന്നത്, നിങ്ങളിലെ ഞാൻ ആകുന്ന ആ ബീജം ഏതൊരാളിലാണോ ഈ ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദഹിക്കപ്പെടുന്നത്, വറുക്കപ്പെടുന്നത്, അയാളിൽ യാതൊരു തരത്തിലുള്ള ക്ലേശങ്ങളും ഈ ജീവിതത്തിലെ കർമ്മം കൊണ്ടുണ്ടാകുന്ന സുഖമോ ദുഃഖമോ ഒന്നും അയാളെ വന്ന് ബാധിക്കുകയില്ല. കാരണം എന്താ? അയാൾ തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ ശ്രദ്ധയെ തന്നിലെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിലേക്ക് ഉയർത്തി നിർത്തിയിരിക്കുന്നു. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്. ഉദ്ധരേതാത്മനാത്മാനം. അവനവൻ തന്നെ അവനവനെ ഉദ്ധരിപ്പിക്കണം. ഗുരുവിനിത് പറഞ്ഞു തരാൻ മാത്രമേ കഴിയൂ. സ്വാമി, ആ ശ്ലോകം അറിയാം സ്വാമി, എനിക്ക് കാണാതറിയാം. കാണാതറിഞ്ഞതുകൊണ്ട് എന്ത് ഫലം? നിങ്ങളിലെ ഞാനിൽ നിന്ന് നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപമായ തന്നിലെ യഥാർത്ഥ ഞാനിലേക്ക്, അതായത് തന്നിലെ താനിലേക്ക് ഉദ്ധരിപ്പിച്ചിട്ടുണ്ടോ? ആ ഉദ്ധാരണം നടക്കണമെങ്കിൽ എന്താ വേണ്ടത്? വറുക്കപ്പെടണം. ജ്ഞാനമാകുന്ന അഗ്നിയിൽ വറുക്കപ്പെടണം, ദഹിക്കണം. ആ ജ്ഞാനാഗ്നിയാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളിൽ ആ ജ്ഞാനാഗ്നി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജ്ഞാനാഗ്നിയിലൂടെ നിങ്ങളുടെ ആ അറിവ്, ആ ശ്രദ്ധ ദഹിക്കണം. പഴയ വാസനകളെല്ലാം ദഹിച്ചു പോകണം. ഈ ഞാൻ പൂർണ്ണമായിട്ടും ദഹിച്ചു പോകണം. ഈ ഞാനെന്ന് പറയുന്നത് എത്രയോ ജന്മങ്ങൾ ചെയ്തിട്ടുള്ള ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന, പ്രാരബ്ധവും ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ്, ഒരു ഭാവമാണ് ഞാൻ. എത്ര പ്രാവശ്യമാണ് നമ്മൾ മനുഷ്യ ശരീരം എടുത്തിട്ടുള്ളത്? ആ മനുഷ്യ ശരീരങ്ങളിൽ വെച്ച് എത്രയോ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ ടൺ കണക്കിനാണ്. അതിൻ്റെ ഒരംശം മാത്രമാണ് നമ്മൾ പല ജന്മങ്ങളിലൂടെ കർമ്മഫലാനുഭവത്തിലൂടെ അനുഭവിച്ച് തീർത്തിട്ടുള്ളത്. ഇനിയും ടൺ കണക്കിന് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ആ ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാണ്ഡം മുഴുവനും എന്ത് ചെയ്യണം? ദഹിച്ചു പോകണം. എങ്ങനെ ദഹിച്ചു പോകണം? ജ്ഞാനമാകുന്ന അഗ്നിയിലൂടെ. എന്താ ജ്ഞാനം? നിസ്സാരം, വളരെ നിസ്സാരം. ഞാൻ എന്ന് പറയുന്നത് ഈ കർത്തൃത്വാഭിമാനിയായ നാമരൂപധാരിയായ ഞാനല്ല. പിന്നെ ആരാ?
ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന തന്നിലെ താൻ, അതാണ് തന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് തന്നിലെ താൻ എന്ന ബോധത്തിലേക്ക് ഉണർന്ന് ആ ബോധനിലയിൽ തന്നെ ആർക്ക് തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ സാധിക്കുന്നുവോ തീർന്നു. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പിന്നെന്താ പാട്? നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തണ്ട. സ്വാമി ഇറച്ചി കൂട്ടിയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. മീൻ കൂട്ടിയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല. ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെടാമോ സ്വാമി? എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെടാം. സ്വാമി എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെടാമോ? ഓ, ഇനിയും ചോദിക്കണ്ട, എല്ലാ കർമ്മങ്ങളിലും ഏർപ്പെടാം. പക്ഷേ ഈ അറിവിലേക്ക് നിൻ്റെ ശ്രദ്ധ ഉണർന്ന് അതിൽ തന്നെ നിൽക്കുന്നുണ്ടോ? അതിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനിലെ കർമ്മങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഞാനിലില്ല. ഞാനിലൂടെ നിങ്ങൾ കാണുന്ന ഈ ലോകം മിഥ്യയാണെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാറാകും. അതിൻ്റെ പേരിലുള്ള ഓട്ടം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. ഇപ്പോൾ ഓട്ടം ഞാനിൻ്റേതുകളായിട്ടുള്ള അഹം മമ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഓടുന്നത്, എൻ്റേതുകൾക്ക് വേണ്ടിയല്ലേ ഓടുന്നത്. ഞാനിൽ നിന്ന് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റേതുകളില്ല, അഹം മമ ഇല്ല. പിന്നത്തെ അഹമെന്ന് പറയുന്നത് എങ്ങനെയുള്ള അഹമാണ്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ആ അഹമാണ്, അഹമാത്മചൈതന്യം. ഞാൻ ആ ആത്മചൈതന്യം. ആ ആത്മചൈതന്യം ഈ ശരീരത്തിൽ മാത്രമല്ല. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ആത്മചൈതന്യം, അതാണ് എന്നിലെ താൻ, എന്നിലെ യഥാർത്ഥ ഞാൻ. അതിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റേതുകളിലേക്ക് ഓടുകയില്ല. ഞാനെന്നുള്ള ആ പരിമിത ഭാവത്തിൽ നിങ്ങൾ നിൽക്കുകയില്ല. പിന്നെ നിങ്ങളെ കാണുന്നത് സർവചരാചരങ്ങളിലുമാണ്. ബുദ്ധൻ്റെ ശിഷ്യൻ ആനന്ദൻ വല്യച്ഛൻ്റെ മകനാണ്. 10-40 വർഷം അദ്ദേഹത്തോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. രാവും പകലും അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരുന്നു. പക്ഷേ ബുദ്ധൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് സാക്ഷാത്കാരം കിട്ടുകയില്ല. കാരണം എന്താ? ബുദ്ധനിൽ നിന്ന് ദീക്ഷ വാങ്ങുന്ന സമയത്ത് ഈ ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു, അങ്ങ് ദീക്ഷ തന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഗുരുവും ഞാൻ ശിഷ്യനുമാകും. പിന്നെ എനിക്കൊന്നും അങ്ങയോട് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദീക്ഷ വാങ്ങുന്നതിന് മുൻപ് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. ഓഹോ, എന്താണത്? ബുദ്ധൻ ചോദിച്ചു. ഞാൻ 24 മണിക്കൂറും അങ്ങയോടൊപ്പം തന്നെ കഴിയും. അങ്ങ് എവിടെയാണോ കിടന്നുറങ്ങുന്നത് അവിടെ തന്നെ ഞാനും കിടന്നുറങ്ങും. ഏതു പാതിരാത്രിയിൽ ഞാൻ ആരെ എങ്കിലും അങ്ങയുടെ മുമ്പിൽ വിളിച്ചു കൊണ്ടുവന്നാൽ അങ്ങ് അവരെ കൈകാര്യം ചെയ്യണം, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകണം. നീ പറഞ്ഞതെല്ലാം സമ്മതിച്ചു. ഈ ഒരു കർമ്മം ആനന്ദനിൽ നിന്ന് ദീക്ഷയ്ക്ക് മുമ്പ് വന്നതുകൊണ്ട് ആണ് ആനന്ദന് സാക്ഷാത്കാരം കിട്ടാതെ പോയത്. കാരണം തുറന്ന മനസ്സില്ല, അടച്ച മനസ്സായിപ്പോയി, നിയന്ത്രണം വെച്ച് കളഞ്ഞു. കാരണം ആനന്ദൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിനക്ക് ജ്യേഷ്ഠനാണ്, പക്ഷെ ദീക്ഷ തന്നു കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഒരു ഉത്തരവ് തരാൻ കഴിയില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവം ആനന്ദൻ ഒരു വേല ഇറക്കി. ആ വേല കാരണമാണ് ആനന്ദന്
ബുദ്ധൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാക്ഷാത്കാരം കിട്ടാതെ പോയത്. ഇടയ്ക്കൊക്കെ ആനന്ദൻ ചോദിക്കാറുണ്ട്, ഞാൻ എപ്പോഴും അങ്ങയോടൊപ്പമുണ്ട്, എത്രയോ ആളുകൾ അങ്ങയുടെ ഉപദേശം വാങ്ങിച്ച് സാക്ഷാത്കാരം നേടിപ്പോയിരിക്കുന്നു, ഞാൻ മാത്രം അങ്ങയോടൊപ്പം നടന്നിട്ടും കിടന്നിട്ടും സംസാരിച്ചിട്ടും എനിക്ക് മാത്രം സാക്ഷാത്കാരം കിട്ടുന്നില്ല. നിനക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സാക്ഷാത്കാരം കിട്ടുകയില്ല. അതിന് തടയിട്ടത് നീ തന്നെയാണ്. നിൻ്റെ നിർദ്ദേശങ്ങൾ, ദീക്ഷ വാങ്ങുന്നതിന് മുമ്പേ നീ ഇട്ട ചട്ടങ്ങൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരം വെടിയുന്ന ആ ദിവസം നിനക്ക് സാക്ഷാത്കാരം കിട്ടും. അതാണ് ആനന്ദൻ. ആ ആനന്ദൻ ഒരു ദിവസം ബുദ്ധനോട് ചോദിച്ചു, അങ്ങയെ കാണാനായിട്ട് പല ആളുകൾ വരുന്നുണ്ട്. ചില ആളുകൾ രോഗഗ്രസ്തരായിട്ട് വരുന്നുണ്ട്, ചില ആളുകൾ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ചില ആളുകൾ ജ്ഞാനം തേടി വരുന്നവരുണ്ട്. അങ്ങനെ പല 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 ആവശ്യങ്ങളുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവരെല്ലാം അങ്ങയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിപ്പം വള്ളിക്കാവിൽ അമ്മയുടെ മുമ്പിൽ ഞാൻ ഒരു 4-5 കൊല്ലക്കാലത്തോളം എല്ലാ ഞായറാഴ്ചയും ആ ദർശനത്തറയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദർശനത്തറയിൽ അമ്മ ദർശനം തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വരെ വിശ്രയുമായിട്ട് ഞാൻ ആ പാദത്തിലുണ്ടാവും. അപ്പോൾ ഈ ആളുകൾ വന്ന് പറയുന്നത് മുഴുവനും, അമ്മയോട് കാതിൽ പറയുന്നത് മുഴുവനും എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ തൊട്ടടുത്ത് നിൽക്കുകയല്ലേ, അത് ഞാൻ ഓർത്തുപോയി. ബുദ്ധനും അതുപോലെ, ആനന്ദനും അതുപോലെ ബുദ്ധൻ്റെ അടുത്തിരുന്ന് ഈ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ പറയുന്നത് മുഴുവനും കേൾക്കുന്നുണ്ട്. ആ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ ഒരു സംഭവം ഓർമ്മിപ്പിക്കാം, ഒരു ഓർമ്മയിൽ വരുന്നു. ഓച്ചിറയിൽ ശരീരം മുഴുവനും പഴുത്ത് ഒലിച്ച് വ്രണം ബാധിച്ച, കുഷ്ഠരോഗം ബാധിച്ച ഒരാൾ വരുമായിരുന്നു. അദ്ദേഹം മുറിക്കകത്തോട്ട് കയറിയാൽ മുറിക്കകത്തിരിക്കുന്ന ആളുകളെല്ലാം ഉടനെ പുറത്തോട്ട് മാറും. കാരണം അത്ര ദുർഗന്ധമാണ്. അപ്പോൾ അമ്മയും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ഞാൻ വീശിക്കൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ മുഖത്തോട്ട് നോക്കി, അയാൾ അവിടെ ഭിക്ഷക്കാരനാണ്, അവിടെ ഇരിക്കുന്ന ആളാണ്. ആ മുഖത്തോട്ട് നോക്കി അമ്മ ഇങ്ങനെ എന്താടാ എന്ന് ചോദിക്കും. അമ്മയും ചിരിക്കും. ആ കണ്ണ് മുഴുവനും പീള നിറഞ്ഞിരിക്കുകയാണ്. അമ്മ അവനെ അടുത്തോട്ട് നിർത്തി മടിയിൽ കിടത്തി. ഭയങ്കരമായ ദുർഗന്ധമാണ്. ആ വെള്ളസാരിയിൽ ഈ ചലമൊക്കെ പെടുകയാണ്. കമത്തി കിടത്തി മുതുകിൽ മുഴുവനും തടവിക്കൊടുത്ത് പാത്രത്തിൽ നിന്ന് ഭസ്മമെടുത്ത് ആ ശരീരത്തിൽ മുഴുവനും തേച്ച് കൊടുത്ത് അവനെ നൂർത്ത് നിർത്തിയിട്ട് ഈ 2 കൈകളും ആ ദത്തൻ എന്നാണ് അവൻ്റെ പേര്, ആ തലയിൽ ഒന്ന് അമക്കുമ്പോൾ ചൂന്ന് ചലം തെറിക്കും. അത്രയ്ക്ക് ശരീരം മുഴുവനും ചലം നിറഞ്ഞിരിക്കുന്നയാളാണ്. ശരീരം മുഴുവനും വെടിച്ചിരിക്കുകയാണ്. അതേതോ നാഗദോഷം പോലെ ഏതോ ആണ്. ശരീരം മുഴുവനും ആപാദചൂടം വെടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അമർത്തി കഴിയുമ്പോൾ ആ ദുർഗന്ധപൂരിതമായ ഛലം ഇങ്ങോട്ട് വരുന്നതിന് അമ്മ അങ്ങോട്ട് കുനിഞ്ഞിരുന്ന് നാക്ക് കൊണ്ട് നക്കും. ഇത് ഞാൻ കണ്ടതാണ്. അമ്മയെ പോഴ്ത്താൻ വേണ്ടിയൊന്നും പറയുന്നതല്ല. ആ ദുർഗന്ധപൂരിതമായ ഛലം ആ നാക്ക് കൊണ്ട് ഇങ്ങനെ നക്കിയെടുക്കും. ഇതിന് ഞാൻ സാക്ഷിയാണ്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് സാക്ഷിയാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതുപോലെ ബുദ്ധൻ്റെ മുമ്പിലിരുന്ന ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു,
ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ആളുകൾ പല തരത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് എല്ലാവരോടും ഒരേ ഉത്തരമാണല്ലോ പറയുന്നത്. ഇതെന്താണ്? ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിനുള്ള കാര്യങ്ങളാണ് അങ്ങയോട് ചോദിക്കുന്നത്, എല്ലാം വ്യത്യസ്തങ്ങൾ. ഒരാൾ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം, അങ്ങയുടെ അനുഗ്രഹം വേണം. എനിക്ക് കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്, എനിക്ക് കുറേ സമ്പത്തുണ്ടാകണം. എൻ്റെ ഭാര്യയ്ക്ക് രോഗമാണ്, അത് തീർക്കണം. എനിക്ക് മക്കളില്ല, മക്കളുണ്ടാകണം. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന അവസരങ്ങളിൽ അങ്ങ് ഈ ആയിരക്കണക്കിന് ആളുകൾക്കും ഒരേ ഒരു ഉത്തരമാണ് കൊടുക്കുന്നത്. അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആയിരക്കണക്കിന് ആളുകളും ഞാൻ ഭാവത്തിൽ അജ്ഞാന നിദ്രയിലാണ്. ഈ ആയിരക്കണക്കിന് ആളുകൾ 1000 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് അജ്ഞാന നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്, അല്ലേ? അജ്ഞാന നിദ്രയിൽ. എന്താ അജ്ഞാന നിദ്ര? ഓരോരുത്തരും ഞാൻ കുട്ടപ്പനാണ്, ഞാൻ ഗോപാലകൃഷ്ണനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസൽമാനാണ്, ഞാൻ പണക്കാരനാണ്, പാവപ്പെട്ടവനാണ്, ഞാൻ രോഗിയാണ്, നിസ്വനാണ്, ഞാൻ ദുരിതം അനുഭവിക്കുന്നവനാണ്, ദരിദ്രവാസിയാണ്. ഈ തരത്തിൽ ഓരോരുത്തരും ഞാൻ ഭാവത്തിലാണ് അവരവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? അജ്ഞാന നിദ്രയിൽ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വപ്ന സമാനം അതെല്ലാം മിഥ്യയാണ്. ഇതുപോലെ ഒരു ഹാളിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ ഉറങ്ങിക്കിടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഏകമാണോ? ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം ഓരോ തരത്തിലാണ്. ആ സ്വപ്നങ്ങൾ ഇല്ലാതാകണമെങ്കിൽ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന മരുന്നെന്താണ്? ഒരേ ഒരു മരുന്ന്, ഉണരുക. ആ സ്വപ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുന്ന മരുന്ന് ഒരേ ഒരു മരുന്നല്ലേ, ഉറക്കത്തിൽ നിന്ന് ഉണരുക. ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു, അതുപോലെ നീ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇവിടെ വന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും അജ്ഞാന നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതില്ലാതാകണമെങ്കിൽ എന്താ വേണ്ടത്? അവരിലെ യാഥാർത്ഥ്യത്തിലേക്ക് ഉണരണം. എന്താ യാഥാർത്ഥ്യം? തന്നിലെ താനിലേക്ക് ഉണരണം. അതാണ് മരുന്ന്. അതാണ് ആനന്ദനോട് പറഞ്ഞത്. ആ ഒരൊറ്റ മരുന്ന് മാത്രമേ ഇതിനുള്ളൂ. മനസ്സിലായോടാ? ആനന്ദനോട് ബുദ്ധൻ ചോദിച്ചു, പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അജ്ഞാന നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളാണ്, സ്വപ്നം മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖമായാലും ദുഃഖമായാലും എല്ലാം വെറും സ്വപ്ന സമാനം, മിഥ്യ. ഇത് കേട്ട് ഇത് സത്യമാണെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളിലെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, അതാണ് പൈങ്കലോപനിഷത്ത് പറഞ്ഞത്, സ്വജ്ഞദൃഷ്ട്യ സ്വാത്മാനം യപശ്യതി. സോ അയം, അങ്ങനെ ഉണരുന്നവൻ. എന്താ, എങ്ങനെയാ ഉണരേണ്ടത്? ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, അതാണ് എന്നിലെ താൻ. അതിലേക്കാണ് താൻ ഉണരേണ്ടത്. ആ ബോധത്തിലേക്ക്, അതാണ് അതിലേക്കുള്ള ഉണരലാണ് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത്. ദറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്.
ഇവിടെ ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. ഇത് നേടിയാൽ എന്താ ഫലം? നിങ്ങൾക്കിനി ജന്മമുണ്ടാവില്ല. നോക്കൂ, ടൺ കണക്കിന് നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ് തോളിൽ, ടൺ കണക്കിന്. എത്രയെത്ര ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിച്ച് തീർക്കാനുള്ള ഫലം ചുമന്നുകൊണ്ട് നിൽക്കുകയാണ്. മറക്കരുത്, എല്ലാവരും, ഓരോരുത്തരും. അതനുഭവിക്കാതിരിക്കണമെങ്കിൽ അതിനെയെല്ലാം ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ച് കളയാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. സർവകർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ച് തീർക്കാനുള്ള ടൺ കണക്കിന് നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ആ കർമ്മം, എത്രയെത്ര ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് തീർക്കാനുള്ളത് ടൺ കണക്കിന് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതിൽ നിന്നാണ് ഓരോ ജന്മത്തിലേക്കും അനുവദിച്ചു തരുന്നത്. ചെക്ക് പാസ്സാക്കി തരും പോലെ, ചെക്ക് എഴുതി തരും പോലെ, ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സ് വരെ അനുഭവി രാജാ അനുഭവി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അനുവദിച്ചു തരും. അത് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലാനുസാരം ഏത് ശരീരത്തിലാണെന്നുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിർണ്ണയിക്കപ്പെടും. ചിലപ്പോൾ പട്ടിയുടെ ശരീരത്തിലായിരിക്കും, ചിലപ്പോൾ പൂച്ചയുടെ ശരീരത്തിലായിരിക്കും, ചിലപ്പോൾ ആനയുടെ ശരീരത്തിലായിരിക്കും, മൃഗശരീരത്തിലേക്കായിരിക്കാം, ചിലപ്പോൾ പക്ഷിമൃഗാദികളുടെ ശരീരങ്ങളിലേക്കായിരിക്കും, ചിലപ്പോൾ വൃക്ഷലതാദികളിലേക്കായിരിക്കും. അതൊക്കെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ തോതനുസരിച്ച് എത്രയോ ലക്ഷം ശരീരങ്ങളിൽ കൂടി കടന്നു പോയതിന് 84 ലക്ഷം ശരീരങ്ങളിൽ കൂടി കടന്നു പോയതിന് ശേഷം മാത്രമായിരിക്കും വീണ്ടും ഒരിക്കൽ മനുഷ്യ ശരീരത്തിലേക്ക് ജീവിക്കാൻ അവസരം കിട്ടുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇപ്പോൾ ആ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നു. ഇനി കിട്ടണമെങ്കിൽ എത്ര ശരീരങ്ങൾ കടന്നു വരണം. കഴിഞ്ഞ ആഴ്ച ഒരാൾ ചോദിച്ചിരുന്നു, ഈ മനുഷ്യ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിരുന്നു. അനുത്തരം അദ്ദേഹത്തിന് കൊടുത്തത് ആകാശത്തിലേക്കാണ് പോകുന്നത്. വിജ്ഞാനമയ കോശത്തിലാണ് ആ ജീവൻ്റെ പോക്ക്. അതിങ്ങനെ ആകാശത്തിലാണ് ഇരിക്കുന്നത്. ഈശ്വരൻ ആനന്ദമയ കോശത്തിൽ, ജീവൻ വിജ്ഞാനമയ കോശത്തിൽ. പിരിയുന്ന ആ ജീവൻ വിജ്ഞാനമയ കോശത്തിലും ആനന്ദമയ കോശത്തിലുമായിട്ടാണ് അടുത്ത ശരീരങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സഞ്ചാരം ആകാശത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സഞ്ചാരത്തിന് വിരാമമിടണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും വളരെ നിസ്സാരമായിട്ട് ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ ഔസേപ്പോ വസന്തയോ നായരോ ഈഴവനോ ഒന്നുമല്ല. ഞാൻ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം എൻ്റെ ഉള്ളിൽ സ്വയം പ്രകാശിച്ച് നിൽക്കുന്നു. അതാണ് എന്നിലെ ജാഗ്രത അവസ്ഥയെ പ്രകാശിപ്പിക്കുന്നത്, എന്നിലെ സ്വപ്നാവസ്ഥയെ പ്രകാശിപ്പിക്കുന്നത്, എന്നിലെ ഗാഠനിദ്രയെ പ്രകാശിപ്പിക്കുന്നത്. ആ പ്രകാശിപ്പിച്ചുകൊണ്ട് അത് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നു. ഏതുപോലെ കഥകളി നടക്കുമ്പോൾ അവിടെ കത്തിച്ചു വച്ചിരിക്കുന്ന ദീപം, നൃത്തശാലയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ദീപം ഏതു പ്രകാരമാണോ ആ സ്റ്റേജിൽ നടക്കുന്ന ആ കഥകളി നടക്കുന്ന സ്ഥലത്ത് കളിക്കാരനെയും മേളക്കാരനെയും പാട്ടുകാരനെയും അഭിനയിക്കുന്നവരെയും സദസ്യരെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ദീപം പ്രകാശിച്ചു നിൽക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജാഗ്രത അവസ്ഥയെയും സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശിച്ചു നിൽക്കുന്ന ആ ദീപം നാടകം കഴിഞ്ഞാൽ, കഥകളി കഴിഞ്ഞാൽ, പാട്ടക്കാരും പാട്ടുകാരും മേളക്കാരും സദസ്യരും നടത്തിയ ആളും
എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞാലും ആ ദീപം ഏതു പ്രകാരമാണോ അവിടെ കത്തി നിൽക്കുന്നത്, നേരത്തെ ഉണ്ടായിരുന്നത് അവരുടെ എല്ലാം ഭാവങ്ങളെ, ഇപ്പോഴോ ആ ഭാവത്തെ, അതാണ് ഭാവ സാക്ഷി നൈരന്തര്യം ചൈതന്യം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം നിങ്ങളിലെ ഭാവങ്ങളെയും ജാഗ്രത് ഭാവത്തെയും സ്വപ്നഭാവത്തെയും സുഷുപ്തി ഭാവത്തെയും ഒക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ചൈതന്യം നിങ്ങളുടെ ഉള്ളിൽ സദാ പ്രകാശിച്ചു നിൽക്കുന്നു. അതിൻ്റെ അഭാവത്തിലും അത് സ്വയം പ്രകാശിച്ചു, ജാഗ്രത അവസ്ഥയുടെ അഭാവത്തിലും അത് പ്രകാശിച്ചു നിൽക്കുന്നു, സ്വപ്നാവസ്ഥയുടെ അഭാവത്തിലും അത് പ്രകാശിച്ചു നിൽക്കുന്നു എന്ന് അറിവിലൂടെ തിരിച്ചറിഞ്ഞ് അതിനെ വൈദ്യുതിയെ ഉപാധിയിലൂടെ കാണാതെ കാണുന്നത് പോലെ ഏതൊരാളാണോ തൻ്റെ ഉള്ളിൽ ആ സാക്ഷി ചൈതന്യത്തെ സദാ ദർശിക്കുന്നത്, ബോധിക്കണം, അറിയണം, എന്നിട്ട് സ്വയം പറയണം, ആയി ഞാൻ കാണുന്നുണ്ട്, ആ സാക്ഷി ചൈതന്യത്തെ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നു? ഞാൻ അറിയുന്നുണ്ട്. ആ അറിയലാണ് കാണൽ, അറിയലാണ് കാണൽ. ഇല അനങ്ങുമ്പോൾ കുട്ടികൾ പറയുന്നില്ലേ, അമ്മ കാറ്റടിക്കുന്നു. കാറ്റിനെ കണ്ടിട്ടാണോ പറയുന്നത്? ഇല അനങ്ങുന്നത് കണ്ടിട്ട് കുട്ടി പറയുന്നു കാറ്റടിക്കുന്നു എന്ന്. അതാണ് കാണാതെ കാണൽ. കാറ്റിനെ കാണാതെ കാണുന്നു. അതുപോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ സ്വരൂപത്തെയും കാണാതെ കാണണം അറിവിലൂടെ. ഇത് കേൾക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യെസ്, അതെൻ്റെ ഉള്ളിലുണ്ട്, അതാണ് എന്നിലെ താൻ. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ഉദ്ധരിപ്പിക്കേണ്ടത്. അതാണ് ഭഗവത്ഗീത ആവശ്യപ്പെടുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. ഈ നാമരൂപധാരിയായ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപം, അത് എല്ലാ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ഏകമായ ഈശ്വര ചൈതന്യം. ഈശ്വരൻ എവിടെ പോയാൽ ഈശ്വരനെ കാണാൻ സാധിക്കും? കാശിയിൽ പോയാൽ കാണാൻ സാധിക്കുമോ? സാധിക്കില്ല. കൈലാസത്തിൽ പോയാൽ കാണാൻ സാധിക്കുമോ? സാധിക്കില്ല. പിന്നെ എവിടെ പോയാൽ കാണാൻ സാധിക്കും? നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യത്തെ നിങ്ങൾ അറിവിലൂടെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ തിരിച്ചറിയൽ തന്നെയാണ് കാണൽ. അതിനെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ആ ഈശ്വര ചൈതന്യത്തെ നിങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരാ? നിങ്ങൾ ഈശ്വരൻ തന്നെയാകുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈശ്വരൻ തന്നെയാകുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, അഹമാത്മാ ഗുഡാകേശ, ഞാൻ ആത്മചൈതന്യമാകുന്നു. നിങ്ങൾക്കും ഓരോരുത്തർക്കും പറയാം, എന്താ സംശയം? ഈ ഞാൻ നാമരൂപധാരിയായ ഞാനല്ല, ഈ ശരീരത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഏതൊരാത്മചൈതന്യമാണോ സാക്ഷി ചൈതന്യമായിട്ട് എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം പ്രഖ്യാപിക്കാം, അയമാത്മാ, അഹമാത്മാ. ആ ആത്മചൈതന്യമാണ് ഞാൻ. ആ ആത്മചൈതന്യം എന്നിൽ ഈ ശരീരത്തിൽ മാത്രമല്ല, പിന്നെ സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സൂത്രേ മണിഗണായിവ. ഒരു മുത്തുമാലയ്ക്ക് നടുവിൽ 108 മുത്തുമണികൾ കോർത്തിണക്കിയ ഒരു മാല ഇട്ടിരിക്കുന്നതിൻ്റെ നടുവിലൂടെ ഏതു പ്രകാരമാണോ ഒരു ചരട് കടന്ന് ആ 108 മുത്തുമണികളെയും കോർത്തിണക്കിക്കൊണ്ട് നിൽക്കുന്നത്, അതുപോലെ ഈ ആത്മചൈതന്യം ഏന സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനെയും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നുപോയി എല്ലാത്തിനെയും ചൈതന്യവത്താക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഏകനായ ദേവനാണ് ഈശ്വരൻ. ആ ഈശ്വരനെ എങ്ങനെ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും? നിങ്ങളുടെ നിങ്ങളിലൂടെ മാത്രമേ ആ ഈശ്വരനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കൂ. ഒരമ്പലത്തിലൂടെയും സാധ്യമല്ല, ഒരു വിഗ്രഹത്തിലൂടെയും സാധ്യമല്ല.
നിങ്ങളുടെ ഉള്ളിൽ എന്നാണോ നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തെ നിങ്ങൾ തിരിച്ചറിയുന്നത്, ആ ആത്മചൈതന്യമാണ് എന്നിൽ സാക്ഷി ചൈതന്യമായിട്ട് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എന്നിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്. ആ ചൈതന്യമാണ് നിങ്ങളിലെ സാക്ഷി ചൈതന്യം, നിങ്ങളിലെ ആത്മചൈതന്യം. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അഹമാൾസോ ആത്മ, ഞാനും ആ ആത്മചൈതന്യം. ആ ആത്മചൈതന്യമാണെന്ന് നിങ്ങൾ അറിയുമ്പോൾ പിന്നെ നിങ്ങൾ ഈ ശരീരത്തിൽ മാത്രമല്ല, പിന്നെയോ സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സമം സർവേഷു ഭൂതേഷു, ഈ പ്രപഞ്ചത്തിലുള്ള സർവഭൂതങ്ങളിലും, ഭൂതമെന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്. അത് പട്ടിയായാലും പൂച്ചയായാലും അമേരിക്കക്കാരനായാലും ആസ്ട്രേലിയക്കാരനായാലും അറബിയാണെങ്കിലും പാകിസ്ഥാൻകാരനാണെങ്കിലും എല്ലാ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചു നിൽക്കുന്ന, എല്ലാത്തിനെയും ചൈതന്യവത്താക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ജീവചൈതന്യം, അതാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ സ്വരൂപം, എന്നിലെ സാക്ഷി ചൈതന്യം. അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന അറിവിലേക്ക് ആരാണോ ഉണരുന്നത്, അതാണ് ആത്മസാക്ഷാത്കാരം, അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ഈ ആത്മചൈതന്യം തന്നെയാണ് ബ്രഹ്മം. ബൃഹത്തായതുകൊണ്ടാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത്. ബൃഹശ്ച ബ്രഹ്മ. ആത്മചൈതന്യമായിട്ടിരിക്കുമ്പോൾ അത് ഉപാധിഗതമായിരിക്കുന്നു. ജീവാത്മാവായിട്ടിരിക്കുമ്പോൾ അജ്ഞാനമാകുന്ന ഉപാധിയിലൂടെ ഇരിക്കുന്നത് കൊണ്ട് അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു. ഉപാധിക അജ്ഞാനോ അവിദ്യോപഹിത ചൈതന്യം, അവിദ്യയാൽ മറയപ്പെട്ടിരിക്കുന്ന ചൈതന്യം. ഈശ്വരനാണെങ്കിൽ മായോപഹിത ചൈതന്യം, മായയാൽ മറയപ്പെട്ടിരിക്കുന്ന ചൈതന്യം ഈശ്വരൻ. രണ്ടിടവും ഉപാധിയുണ്ട്. ജീവനിലും ഉപാധിയുണ്ട്, അവിദ്യ. ഈശ്വരനിലും അവിദ്യ ഉപാധിയുണ്ട്, അതെന്താ? മായ. അതുകൊണ്ടാണ് ജീവൻ അവിദ്യോപഹിത ചൈതന്യം, ഈശ്വരൻ മായോപഹിത ചൈതന്യം. ഈ ഉപാധി മാറ്റിയാൽ, നേരത്തെ പറഞ്ഞില്ലേ, കുടമുടച്ചു കഴിഞ്ഞാൽ കുടത്തിലിരുന്ന ആകാശം എങ്ങനെയാണോ മഹാകാശമായി തീരുന്നത്, അതുപോലെ ഈ അവിദ്യയാകുന്ന ഉപാധിയും മായയാകുന്ന ഉപാധിയും ഉടഞ്ഞു കഴിഞ്ഞാൽ അത് നിരുപാധിക ചൈതന്യം, ദാറ്റ് ഈസ് ബ്രഹ്മ. എല്ലാം ഒന്ന് തന്നെ. ആ നിരുപാധിക ചൈതന്യം തന്നെയാണ് സോപാധിക ചൈതന്യമായിട്ട് ഈശ്വരനായിട്ടിരിക്കുന്നത്. ആ നിരുപാധിക ചൈതന്യം തന്നെയാണ് സോപാധിക ചൈതന്യമായിട്ട് ജീവനായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്കന്ദോപനിഷത്ത് പറഞ്ഞത് എന്താ? ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ ത്യജേത് അജ്ഞാന നിർമാല്യം സോഹം ഭാവേന പൂജയേത്. എങ്ങനെയാ പൂജിക്കേണ്ടത്? ആ ഈശ്വരൻ സഹ അഹം, ഞാൻ തന്നെയാണ്. ഏതാ പൂജ? സഹ അഹം, ആ ഈശ്വരൻ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. അതാണ് സ്കന്ദോപനിഷത്ത് പറയുന്നത് ഈ ശരീരം ദേവാലയം. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ, ജീവൻ ദേവൻ തന്നെയാണ്. ഉപാധി വ്യത്യാസം കൊണ്ടാണ് ജീവനായിരിക്കുന്നത്, ഉപാധി വ്യത്യാസം കൊണ്ടാണ് ഈശ്വരനായിരിക്കുന്നത്. ഉപാധിരഹിതാവസ്ഥയിൽ ആ ബ്രഹ്മം, നിങ്ങളെല്ലാം ആ ബ്രഹ്മം തന്നെ ആയിട്ടിരിക്കുന്ന അറിവ് നിലയിലേക്ക് അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് സ്വായത്തമാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആ അറിവിലേക്ക് ഉണരണം. ഉണരണമെങ്കിൽ എന്താ വേണ്ടത്? എനിക്കതറിയണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇല്ലാതെ ചുമ്മാ ഈ കാതിൽ കൂടെ കേട്ട് ഈ കാതിൽ കൂടെ പോയാൽ അതാകില്ല. നിങ്ങൾക്കും അതിനുള്ള താല്പര്യമുണ്ടായിരിക്കണം. എനിക്കതാകണം, ഇനി ജന്മമുണ്ടാകരുത്,
ഇനി ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ എത്ര 84 ലക്ഷം ശരീരങ്ങളിൽ കൂടി കടക്കണം. പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടും ഏതെല്ലാം ശരീരങ്ങളിൽ കൂടി കടന്നാലാണ് ഇനി ഒരു മനുഷ്യ ശരീരത്തിൽ എത്താൻ സാധിക്കുന്നത്. അതേസമയത്ത് സാത്വിക ഭാവത്തിൽ കഴിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനുഷ്യ ശരീരത്തിലേക്ക് മാറാൻ കഴിയും. അടുത്ത ജന്മവും മനുഷ്യ ശരീരത്തിലേക്ക് വരാൻ കഴിയും ആ ഭാവത്തിൽ. മറ്റത് പൊതുവായിട്ട് പറയുന്നതാണ്. 84 ലക്ഷം എന്ന് പറയുന്നത് പൊതുവായിട്ട് സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ. മറ്റതങ്ങനല്ല. സാത്വിക ഭാവനയിലൂടെ ആ ആത്മബോധത്തിലൂടെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിന് ശരീരം വെടിഞ്ഞാൽ അടുത്ത ശരീരത്തിലേക്ക്, മനുഷ്യ ശരീരത്തിലേക്ക് തന്നെ ഡയറക്റ്റ് പ്രമോഷൻ കിട്ടും. അതിനൊക്കെ വകുപ്പുകളുണ്ട്. ഓരോരുത്തർക്കും വകുപ്പുകളുണ്ട്. അവരവരുടെ നിലയ്ക്കനുസരിച്ച്. മറ്റത് ജനറലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓരോരുത്തരുടെയും നിലയ്ക്കനുസരിച്ചുള്ള സാഹചര്യങ്ങളിലേക്ക് നാം വന്നുപെടും. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന ഈ സന്ദർഭത്തെ പാഴാക്കി കളയരുത്. ഒന്നും നിങ്ങൾ ഒഴിവാക്കണ്ട. സ്വാമി ഇതിൽ നിന്നൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഒഴിയുന്നത്? ഒന്നും ഒഴിയണ്ട. ഇതൊക്കെ അജ്ഞാന നിദ്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെറും സ്വപ്നം മാത്രം എന്ന തിരിച്ചറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ, അതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതു പ്രകാരമാണോ വലിയ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു വേലക്കാരി ആ വീട്ടുകാരൻ്റെ കുഞ്ഞിനെ എടുത്ത് തലോടിക്കൊണ്ടിരിക്കുമ്പോൾ, ലാളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സ് എപ്പോഴും തൻ്റെ വീട്ടിലുള്ള തൻ്റെ കുഞ്ഞിലായിരിക്കും, വീട്ടിലിരിക്കുന്ന തൻ്റെ കുഞ്ഞിലായിരിക്കും. അതുപോലെ ഒരു കാമുകൻ എവിടെ ദൂരസ്ഥലത്തിരിക്കുമ്പോൾ എപ്പോഴും തൻ്റെ കാമുകിയെ തന്നെ മനസ്സിൽ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഏതൊരാളാണോ ഈ അറിവിലേക്ക് ഉണർന്ന് തന്നിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാനായി ഞാൻ ഭാവത്തിൽ എല്ലാ കർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും, കുട്ടികളോടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവരെ ലാളിച്ചു കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ എടാ നീയൊന്നും എൻ്റെ മക്കളുമല്ല, മകനുമല്ല, മകളുമല്ല, എടാ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, ഞാൻ ആ ഈശ്വര ചൈതന്യം തന്നെയാണെന്നുള്ള ഭാവനയിലിരുന്നു കൊണ്ട് സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക, സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക, സർവകർമ്മങ്ങളിലും വ്യാപരിക്കുക. ഒന്നിൽ നിന്നും ഒഴിയേണ്ട. എപ്പോഴും നമ്മുടെ ശ്രദ്ധ വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ സൂചി എവിടെ കൊണ്ടുവച്ചാലും ഏതു പ്രകാരമാണോ വടക്കോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തെക്ക് വശത്ത് കൊണ്ടുവച്ചാലും ആ സൂചി എങ്ങോട്ട് തിരിഞ്ഞിരിക്കും? വടക്കോട്ട്. പടിഞ്ഞാറ് വശത്ത് കൊണ്ടുവച്ചാലും ആ സൂചി വടക്കോട്ട് തന്നെ തിരിഞ്ഞിരിക്കും. നിങ്ങൾ കിഴക്ക് വശത്ത് കൊണ്ടുവച്ചാലും ആ സൂചി വടക്കോട്ട് തന്നെ തിരിഞ്ഞിരിക്കും, വടക്കു നോക്കി യന്ത്രത്തിലെ സൂചി. അതുപോലെ ഏതൊരാളാണോ തന്നിലെ തന്നെക്കുറിച്ച് ബോധവാനായി തന്നിലെ താനിലേക്ക് ഉണർന്നിട്ടുള്ളത്, അവനെ എവിടെ കൊണ്ടുവച്ചാലും അവൻ്റെ സൂചി, എന്താ സൂചി? അവൻ്റെ ശ്രദ്ധ, അവനിലെ ശ്രദ്ധയാകുന്ന സൂചി ആ തന്നിലെ താനിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കും. അതാണ് ആത്മസാക്ഷാത്കാരത്തിന് കാരണമാകുന്നത്. മരണസമയത്ത് തൻ്റെ ശ്രദ്ധയാകുന്ന സൂചി ആരിലാണോ ആ പരമവസ്തുവിൽ, ആ സാക്ഷി ചൈതന്യത്തിൽ, ആ ബ്രഹ്മത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്, അവനാണ് ജന്മമില്ലാത്ത നില കൈവരുന്നത്. സംശയമൊന്നും വേണ്ട ഒരാളിനും. എനിക്ക് കിട്ടുമോ സ്വാമി ജന്മമില്ലാത്ത നില? നിങ്ങൾ തന്നെ ഉത്തരം എഴുതണം, നിങ്ങൾ തന്നെ ഉത്തരം പറയണം. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, എനിക്ക് ആ സാക്ഷാത്കാരം കിട്ടുമോ സ്വാമി? ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയാകുന്ന സൂചി അതിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? സദാ തിരിഞ്ഞിരിക്കുന്നുണ്ടോ? എവിടെ കൊണ്ടുവച്ചാലും, അമ്പലത്തിൽ പോയാലും വേശ്യാലയത്തിൽ പോയാലും അങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ? തൻ്റെ ശ്രദ്ധ അതിൽ തന്നെ, ആരുടെ ശ്രദ്ധയാണോ അതിൽ തന്നെ ഇരിക്കുന്നത്, അവർക്ക് നിശ്ചയമായിട്ടും
സാക്ഷാത്കാരം ഉറപ്പ്. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. മുരുക. ഓ